നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരിക്കുന്ന മൻസൂർ ബമ്പർ നറുക്കെടുപ്പിന്റെ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നറിയാൻ നിമിഷങ്ങൾ മാത്രം മതി. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. തിരുവനന്തപുരം ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ്. 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. ഇവിടെ 11,14,500 ടിക്കറ്റുകൾ വിറ്റു. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപയുമാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. എങ്ങനെയാണ് കൊച്ചിയിലെ പൊതുവിലുള്ള ടിക്കറ്റ് വിൽപ്പന? അതോടൊപ്പം അവസാന ഘട്ടത്തിലേക്കാണ് ആളുകളൊക്കെ അവസാന നിമിഷമെങ്കിലും ആ ഒരു ഭാഗ്യശാലി ആകുമെന്ന് പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടോ? നവമി, ഇപ്പോൾ ഇത് അവസാനിക്കുന്ന ആ ടിക്കറ്റ് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. അത് ഇവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ച ടിക്കറ്റുകൾ കൂടി ഇപ്പോൾ വിൽപ്പനക്കാർ അവർക്ക് നമ്പർ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ടിക്കറ്റുകൾ അവർ ഇപ്പോൾ റാക്കിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം ടിക്കറ്റ് മൊത്തമായിട്ട് വിൽപ്പന നടന്നിട്ടുണ്ട്. റെക്കോർഡ് വിൽപ്പന എന്ന രീതിയിലാണ് പറഞ്ഞത്. 250 രൂപയാണ്, 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. എത്ര ടിക്കറ്റ് ബാക്കി വന്നു? 36 ടിക്കറ്റ് മാത്രം. 36 ടിക്കറ്റ് മാത്രമാണ് ബാലൻസ്. സെൽസായി കച്ചവടം മൺസൂൺ ബമ്പർ കൊഞ്ചം കുറവ് തന്നെ. എങ്ങനെയാ പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ ഓണം ബമ്പറൊക്കെ വരികയാണ് അല്ലേ? ഓണം ബമ്പർ അത് അടിച്ചു പൊളിക്കാം. ഇതേതായാലും മഴയത്ത് വലിയ മഴയാണെങ്കിലും കച്ചവടമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. കുഴപ്പമില്ലാതെ പോയി. നോ പ്രോബ്ലം. നന്നായിട്ട് പോയി എന്നുള്ളത്. മൺസൂൺ ബമ്പർ ഏറ്റവും അവസാനം വന്നെടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ലോട്ടൊക്കെ എടുത്ത് അടിക്കാറുണ്ട് ഇടയ്ക്ക് വല്ലതും. അപ്പൊ ഞാനിപ്പോ ഒരു പ്രൈസ് ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഒരു 1000 രൂപ പ്രൈസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2 ബമ്പർ എടുത്തിട്ടുണ്ട്. ഡാനി, നമുക്ക് തിരിച്ചു വരാം. എന്തായാലും തിരുവനന്തപുരം ഗോർഗി ഭവനിൽ ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് തത്സമയം അതൊന്ന് കണ്ട് ആരാണ് ആ ഭാഗ്യശാലി എന്ന് അറിഞ്ഞതിന് ശേഷം ഡാനിയിലേക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരം ഗോർഗി ഭവനിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൻസൂർ ബമ്പറിന്റെ ഭാഗ്യശാലിയെ ആരാണ് ഭാഗ്യശാലി എന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. ട്രയൽ നറുക്കെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥർ അതിന്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് മൻസൂർ ബമ്പർ ഭാഗ്യശാലി ആരാണ് എന്നറിയുന്നതിന് വേണ്ടി. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത്. തിരുവനന്തപുരം ഗോർഗി ഭവനിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 40 ലക്ഷം ടിക്കറ്റുകളാണ് കേരളത്തിൽ ഒന്നടങ്കമായി വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. ഇവിടെ 11,14,500 ടിക്കറ്റുകളാണ് വിറ്റത്. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. എന്തായാലും നേരത്തെ കൊച്ചിയിൽ നിന്നും ഒരു ലോട്ടറി ഏജന്റ് പറഞ്ഞതുപോലെ ഓണം ബമ്പറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിന് മുന്നോടിയായിട്ടുള്ള മൺസൂൺ ബമ്പർ ഭാഗ്യശാലി ആരാണെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. തിരുവനന്തപുരത്താണ് അതിന്റെ ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ഡാനി, തിരുവനന്തപുരത്ത് ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് നേരത്തെ അവസാനിപ്പിച്ച് ഇടത്തു നിന്ന് തന്നെ തുടങ്ങാം. ആ ഏജന്റ് പറയുന്നതനുസരിച്ച് മൊത്തത്തിൽ മൺസൂൺ ബമ്പർ ഇത്തവണ അല്പം മഴ പോലെ തണുത്ത് തന്നെയാണ് അല്ലേ? കുറച്ച് വിൽപ്പനയിൽ ഇടിവ് വന്നിട്ടെങ്കിലും മോശമായിട്ടില്ല എന്നാണ് കച്ചവടക്കാർ പറഞ്ഞത്. മൺസൂൺ എടുക്കാമെന്നാണോ? ടിക്കറ്റ് എടുക്കാമെന്നാണോ? മൺസൂൺ ബമ്പർ ഇവിടുത്തെ തീർന്നു. ഈ കടയിലെ തീർന്നു. മൺസൂൺ ബമ്പർ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നു? അതെ അതെ. ഈ വലിയ ബമ്പറുകളാണോ പരീക്ഷിക്കുന്നത് അതോ ചെറിയ? ഒന്നുമില്ല, നമ്മൾ എല്ലാ ടിക്കറ്റ് എടുക്കാറുണ്ട്. ടിക്കറ്റ് ബമ്പർ മാത്രമല്ല, നമ്മൾ സാധാരണ ടിക്കറ്റ് നമ്മൾ എടുക്കാറുണ്ട്. ഇത്തിരി വൈകി പോയെന്ന് തോന്നുന്നു. അന്ന് വൈകി പോയി. അത് സുഖമില്ലായിരുന്നു. അത് സോളർ വേനയായിരുന്നു.
എഴുന്നേറ്റുണ്ടായില്ല. അപ്പോൾ എഴുന്നേറ്റത്. ഏതായാലും മൺസൂൺ ബമ്പറുകൾ അതിൻ്റെ അടുത്ത് പരീക്ഷിക്കാനായിട്ട് അവസാനമായിട്ട് ആൾക്കാർ എത്തുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച്, ഒരു 12-13 ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ബാക്കിയെല്ലാം തന്നെ വിറ്റഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും നല്ല വിൽപ്പന ഈ മഴയിലും എല്ലാം തന്നെ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ഓണം ബമ്പറിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. പൊതുവിൽ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഭാഗ്യാന്വേഷികളുടെ ഒരു സുവർണ്ണകാലം എന്നെല്ലാം പറയുന്നതാണ്. ഓണം സീസണിലേക്കെല്ലാം പോകുന്നത് 30 കോടിയായി അത് ഉയർത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മൺസൂൺ ബമ്പറും ഇതുപോലെ വലിയ തുക ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നതാണ്. ഇത് എഴുതിക്കുന്ന പോലെ 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് പറയുകയും ചെയ്യുന്നത്. അതിൽ രണ്ടാം സമ്മാനവും വലിയ തുകകളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാഗ്യവാന്മാർക്ക്, ഭാഗ്യവതികൾക്കെല്ലാം തന്നെ ഈ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് മൺസൂൺ ബമ്പർ അതെല്ലാം തന്നെ വലിയ അനുഗ്രഹമായിട്ട് മാറുകയെല്ലാം തന്നെ നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. ഏതായാലും അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഒരു പ്രോസസ്സിലേക്കെല്ലാം പോകുമ്പോൾ ഇപ്പോൾ വിൽപ്പന എല്ലാം തന്നെ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് അനുസരിച്ചുകൊണ്ട് വിൽപ്പന നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്ത് ഇവിടെ കലൂരുള്ള ഈ ജംഗ്ഷനിലാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഈ അവസാനവട്ടത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. ഏതായാലും ബമ്പർ, ഓണം ബമ്പർ മുന്നോടിയായുള്ള മൺസൂൺ ബമ്പർ എങ്ങനെയായിരുന്നു കച്ചവടമൊക്കെ? എങ്ങനെയായിരുന്നു? എല്ലാ ബമ്പർ ഇത്തവണ തീർന്നു. എല്ലാ ലോട്ടറി കടയിലും ബമ്പർ ഇത്തവണ തകർത്തിയായിട്ട് ചിലവായിരുന്നു. ഈ ബമ്പറാണ്, മൺസൂൺ ബമ്പറാണ് ഇത്തവണ 8 അടിച്ചേക്കണത്. 8 ആദ്യമായിട്ടാണ് ഒന്നാം 5, 7, 6, 8, 9, 6. MC 5, 7, 6, 8, 9, 6. മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് നടക്കുകയാണ്. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇതേ നമ്പറിലെ മറ്റു 4 പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 4 ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാന തുക. അടുത്തതായി മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിയുടെ 2ാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 10 ലക്ഷം രൂപ വീതം 5 പരമ്പരകൾക്കാണ് നൽകുന്നത്. ആകെ 50 ലക്ഷം രൂപയാണ് 2ാം സമ്മാന തുക. MA പരമ്പര നറുക്കെടുക്കുവാനായി ശ്രീമതി ഷെർലി എസിനോട് അഭ്യർത്ഥിക്കുന്നു. നറുക്കെടുത്ത നമ്പർ അച്ചടിച്ചിട്ടില്ല. ഈ നമ്പറിനായുള്ള നറുക്കെടുപ്പ് മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്ന നമ്പർ MC 576896. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. നമ്പർ ഒന്നും കൂടി പറയാം, MC 576896. മൺസൂർ ബമ്പർ ഭാഗ്യശാലിയുടെ നമ്പർ ഇതാ എത്തിയിരിക്കുകയാണ്. ഒന്നാം സമ്മാനം 10 കോടി രൂപ അടിച്ചിരിക്കുന്ന നമ്പർ MC 576896. ഇനി ആരാണ് ആ ഭാഗ്യശാലി അല്ലെങ്കിൽ ഭാഗ്യവാൻ? എവിടെയാണ് ആ ലോട്ടറി സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യവാൻ എവിടെയാണെന്ന് മാത്രം നമുക്ക് കണ്ടെത്തിയാൽ മതിയാകും. 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. MC 576896 എന്ന നമ്പറിനാണ് മൺസൂർ ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാം സമ്മാനം 10 കോടി രൂപ അടിച്ചിരിക്കുന്ന നമ്പർ MC 576896. MC 351820. 10 ലക്ഷം രൂപയുടെ 2ാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വസ്ത്രമർത്തുവാനായി ശ്രീമതി സിജി ജോഷിയോട് അഭ്യർത്ഥിക്കുന്നു. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, MC 576896. MD സീരീസിന് അർഹമായ നമ്പർ 10 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 2ാം സമ്മാനം, ബാക്കിയുള്ള നറുക്കെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 10 കോടി രൂപ അടിച്ചിരിക്കുന്ന മൺസൂൺ ബമ്പർ ഭാഗ്യശാലിയുടെ നമ്പർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. MC 576896. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായരോട് അഭ്യർത്ഥിക്കുന്നു. ME സീരീസിന് അർഹമായ നമ്പർ ME 685578. ME 685578.
രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും. നമ്പറുകൾ വന്നിരിക്കുകയാണ്. ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് അത് വ്യക്തികളെയൊക്കെ നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ നമ്പറുകൾ പറയാം. MA 530-984 10 ലക്ഷം രൂപ വീതമുള്ള ഓരോ പരമ്പരയുമാണ്. MP 884378, MC 351820, MD 557299, ME 685578. ഇങ്ങനെയാണ് രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ വീതമാണ് രണ്ടാം സമ്മാനം. ഒന്നാം സമ്മാനം 10 കോടിയാണ്. ഒന്നാം സമ്മാനത്തിന് അർഹനായ ടിക്കറ്റ് നമ്പർ MC 576896. MB സീരീസിന് അർഹമായ നമ്പർ MB 725332, MB 725332. അടുത്തതായി MC സീരീസ് നറുക്കെടുക്കുന്നു. ബസ് അമർത്തുവാനായി ശ്രീമതി ഉഷാകുമാരി എസിനോട് അഭ്യർത്ഥിക്കുന്നു. MC സീരീസിന് അർഹമായ നമ്പർ MC 504425, MC 5044. എന്നാലും മൺസൂൺ ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന നമ്പർ MC 576896. എന്തായാലും ഈ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എവിടെയാണ് കാത്തിരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങളൊക്കെ ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും. ഗോർഗി ഭവനിലാണ് ഇപ്പോൾ മൺസൂൺ ബമ്പറിന്റെ നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജിമ്മിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 3 യുവാക്കളെ പോലീസ് പിടികൂടി. കോഴിക്കോട് പയ്യാനക്കൽ കപ്പക്കൽ റോഡിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ടു ഫിറ്റ് എന്ന ജിംനേഷ്യം കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. ബേപ്പൂർ സ്വദേശികളായ മൂന്നാർ വളപ്പിൽ ജംഷീർ, മതിലകത്ത് ഇജാസ്, അർഷാദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘവും പന്ന്യങ്കര പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ വലയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് രാവിലെയാണ് പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായത്. പോലീസിന്റെ പരിശോധനയിലാണ് ഈ ജിം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നു എന്ന് മനസ്സിലായത്. എന്താണ് വിശദാംശങ്ങൾ? അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അധികം ആളുകൾ ലഹരിയിൽ നിന്നൊക്കെ മോചനം എന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യായാമങ്ങളിലും ജിം പരിശീലനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത്. അത്തരം ഒരു വർക്കൗട്ട് നടക്കുന്ന ഇടത്ത് തന്നെ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 200-ലധികം ആളുകൾ ദിനം പ്രതി പോകുന്ന ഒരു ജിമ്മാണ്. അവിടെ സ്ത്രീകളടക്കമുള്ളവർ വർക്കൗട്ട് ചെയ്യാനായി എത്തുകയും ചെയ്യുന്ന ഒരിടമാണ്. പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ബാക്ക് ടു ഫിറ്റ് എന്ന പേരിലാണ് ഈ ജിം അറിയപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവിടെ ഈ ലഹരി മരുന്ന് വെച്ചുകൊണ്ട് എന്ന ചില രഹസ്യ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഡാൻസാഫും പോലീസും ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് സംഘം ഇവരെ കീഴടക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശികളായ ജംഷീർ, ഇജാസ്, അർഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ ഈ രഹസ്യ വിൽപ്പനയുടെ ഭാഗമായി ലഭിച്ച പണം ഈ സമയത്ത് വെള്ളത്തിൽ മുക്കി രക്ഷപ്പെടാനും പ്രതികൾ ശ്രമിക്കുകയുണ്ടായി. ഒപ്പം ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒഴിക്കാനൊക്കെ ഉള്ള നീക്കവും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഏറെ നാളുകളായി തന്നെ ഈ പ്രതികൾ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു അറസ്റ്റ് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നഗരത്തിലെ ഈ ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളിലും ഒക്കെ ഒരു നിരീക്ഷണം ശക്തമാക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ്മകളെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും കൃത്യമായി തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു.
അതെ, അനീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ലഹരിയിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നൽകുന്ന ഉപദേശം ഈ കായിക ക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിമ്മിനെ ആശ്രയിക്കുക, സൂംബ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ആ കേന്ദ്രങ്ങളിൽ തന്നെ ഇത്രയും വലിയ ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നു എന്ന് പറയുന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആർക്കാണ് ഇവർ ഈ ലഹരികൾ സപ്ലൈ ചെയ്യുന്നത്? ഈ ജിമ്മിൽ വരുന്നവർക്ക് തന്നെയാണോ വിൽപ്പന നടത്തുന്നത്, അതോ ഇവർ പുറത്താണോ ഇതിന്റെ ഏജന്റുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ്? നോമി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാന ഒരു ജീവിത ശൈലിയായി തന്നെ പലപ്പോഴും ഇത്തരത്തിൽ ജിമ്മുകളിലെ പോക്കും ഈ വർക്കൗട്ടുകളിലും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ലഹരിയിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നതിനായി പലപ്പോഴും മുന്നോട്ട് വെക്കുന്നതും ഈ കായികപരമായ വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഇത്തരം ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുക എന്നതാണ്. അത്തരം ഇടത്ത് തന്നെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. 200-ലധികം ആളുകൾ പതിവായി വന്നു പോകുന്ന ഒരു ജിമ്മാണ്, അല്ലെങ്കിൽ അവർ അവരുടെ വർക്കൗട്ടിനും മറ്റുമായി വന്നു പോകുന്ന ജിമ്മാണ്. സ്ത്രീകളടക്കം ആ ജിമ്മിൽ വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകാർ കൂടുതലും ഈ ജിമ്മിൽ എത്തുന്നവരാണോ എന്ന ഒരു സംശയമുണ്ട് പോലീസിന്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ച് വരികയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആളുകൾ പലപ്പോഴും ഈ വരുന്ന ആളുകളിൽ പലരെയും പല രീതിയിലും ആദ്യം ചെറുതായൊക്കെ നൽകുന്നു, പിന്നീട് സ്ഥിരമായി ഇതിന്റെ ഒരു അടിമകളാക്കി മാറ്റുന്ന രീതിയിലൊക്കെ ആണ് ഇവരുടെ പ്രവർത്തനം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ജിമ്മിൽ മാത്രമല്ല പുറത്തും ഇതിന്റെ ഒരു വിതരണം ശൃംഖല തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമായും ബംഗളൂരുവിൽ നിന്നും അധിക ദൂരമില്ല കോഴിക്കോട്ടേക്ക്. ഈ ബംഗളൂരുവിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് പലപ്പോഴും കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും കോഴിക്കോട് പോലുള്ള വടക്കൻ മേഖലകളിലേക്ക് എത്തുക. ഈ താമരശ്ശേരി ഭാഗത്ത് വെച്ചും അടിവാരത്ത് വെച്ചും കൊടുവള്ളിയിലൊക്കെ വെച്ചും ഒരുപാട് തവണ ഈ വാഹനങ്ങളിലും മറ്റും കടത്തുന്ന മയക്കുമരുന്ന് പിടികൂടുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 1 മാസത്തിലൊക്കെ കണക്കെടുത്താൽ പോലും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ മയക്കുമരുന്നുമായി പിടികൂടുന്ന ആളുകളുടെ എണ്ണത്തിൽ. പ്രത്യേകിച്ചും രാസലഹരി പദാർത്ഥങ്ങൾ, MDMA പോലുള്ള മാരകമായ വസ്തുക്കൾ, കൊക്കൈനും മറ്റുമൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. പുതിയ ഈ ഓപ്പറേഷൻ തൂഫാനും മറ്റുമൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ അളവ് കുറഞ്ഞത് കൈവശം വെക്കുക, അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു പരിമിതി മുതലെടുത്ത് മുന്നോട്ട് പോവുക എന്നിങ്ങനെയൊക്കെയുള്ള ഒരു നീക്കമാണ് പലപ്പോഴും ഇത്തരം ഈ മയക്കുമരുന്ന് കടത്തുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ കാരിയർമാർ, അതായത് ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് എത്തിക്കുന്നവർ മാത്രമാണ് ഇതിൽ പിടികൂടാൻ പോലീസിന് കഴിയാറുള്ളത്. കണ്ണുകളിലേക്ക്, അല്ലെങ്കിൽ ആരാണ് ഇത് എത്തിച്ചു നൽകുന്നത്, പിന്നീട് ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നതിലേക്കൊക്കെ പോകാൻ പലപ്പോഴും കഴിയാറില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അത്തരം ഉറവിടങ്ങളിലേക്ക് കൂടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. അത്തരം ഉറവിടങ്ങളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരസ്പര ബന്ധിതമല്ലാത്ത രീതിയിലാണ് ചില സമയങ്ങളിലൊക്കെ ഈ ഇടപാടുകൾ നടക്കുക. അതുകൊണ്ട് ആരാണ് ഇത് എത്തിച്ചു നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം. എന്തായാലും ഈ ജിമ്മിലെ ആളുകൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ പരിശോധന പോലീസ് നടത്തുകയാണ്. ഒപ്പം ആർക്കൊക്കെയാണ് ഈ ജിമ്മിലെ പരിശീലകർ ഈ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടക്കുന്നു. ജിമ്മിൽ എത്തിയിരുന്ന ഈ വർക്കൗട്ടിനായി എത്തിയിരുന്ന ആളുകൾ, സ്ത്രീകളടക്കമുള്ളവർ ഒരുപക്ഷെ ഇവരുടെ ഇരകളായി മാറിയോ എന്നടക്കമുള്ള പരിശോധനകളൊക്കെ നടത്തുന്നു. എന്തായാലും നഗരത്തിലെ വിവിധ ഇടങ്ങളിലെ ഇത്തരം ദുരൂഹ സാഹചര്യങ്ങളിലുള്ള ജിമ്മുകളിലും മറ്റുമൊക്കെ പരിശോധന സമയബന്ധിതമായി, അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തും എന്ന് തന്നെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ശരി അനീഷ്, കോഴിക്കോടാണ് ജിമ്മിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയത്. 3 യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും ഇവർ ആർക്കൊക്കെയാണ് ഈ ലഹരി നൽകിയത്, ഇവരുടെ കയ്യിൽ നിന്നും ലഹരി വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും കവർച്ച. കുഞ്ചത്തൂർ മാടയിൽ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള വ്യായാമശാലയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന 3ാമത്തെ കവർച്ചയാണ് ഇത്.
വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതെങ്ങനെയാണ് ഈ മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്? എന്തൊക്കെയാണ് ഇവിടെ നിന്ന് മോഷണം പോയത്? പോലീസ് എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകുന്നത്? നവമി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഞ്ചേശ്വരം മാട അരസ് മഞ്ചേഷ്ണ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഈ വ്യായാമശാലയിൽ ഇങ്ങനെ കവർച്ച നടന്നത്. ഈ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭണ്ണാരം അത് എടുത്തുകൊണ്ടുപോയി അതിൽ നിന്നുള്ള പണം കവർന്ന് ആ ഭണ്ണാരം അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ കവർച്ച നടത്താൻ ഇയാൾ അകത്തേക്ക് കയറുന്നതും പിന്നീട് കവർച്ച നടത്തിയതിനു ശേഷം ഈ ഭണ്ണാരവുമായി പുറത്തേക്ക് വരുന്നതും ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നവമി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ കവർച്ചയാണിത്. വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തുള്ളത്. പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കവർച്ചയെങ്കിൽ ഇപ്പോൾ അത് ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു കവർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഇതിലൊന്നും ഇതുവരെ ഒരു പ്രതികളെയും പിടികൂടാനായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഈ പൈവിളികെ കുരുടപ്പദവിലാണ് 14 പവൻ ഇത്തരത്തിൽ കവർ ചെയ്യുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഈ കുടുംബം ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ സമയത്ത് വീട്ടിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ഈ പകൽ നേരങ്ങളിൽ കവർച്ച നടന്നത്. അവിടെ ഈ താക്കോൽ വീടിന് പുറത്തു വെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു വരുന്നത്. ആ താക്കോൽ കൈക്കലാക്കി കവർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രതികൾ ഒരു സംശയം എന്ന രീതിയിൽ ഇവർ ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇതിന് ഒരു 4 ദിവസം മുൻപാണ് കയ്യാറിൽ വലിയ തോതിലുള്ള ഒരു കവർച്ച ഒരു വീട്ടിൽ നടന്നത്. പക്ഷെ ആ കവർച്ച നടന്നെങ്കിലും അതിന്റെ സ്വർണം വീട്ടുവളപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ എത്തി അവിടെ പരിശോധന നടത്തിയെങ്കിലും അതിലും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ, കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ അരശ് മഞ്ചുഷ്ണാർ ക്ഷേത്രം എന്ന് പറയുന്നത്. വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ വലിയൊരു ഉത്സവം നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുലർച്ചെ ഈ പൂജാരി എത്തുന്ന സമയത്താണ് ഇങ്ങനെ ഇത് വാതിൽ തകർത്ത നിലയിൽ കാണുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെയാണ് ഈ വ്യായാമശാലയുള്ളത്. ആ വ്യായാമശാലയിലാണ് ഇത്തരത്തിൽ CCTV ഉൾപ്പെടെ സ്ഥാപിച്ച സ്ഥലത്ത് ഈ മോഷ്ടാവ് കയറുന്നതും ഇങ്ങനെ ഈ ഭണ്ഡാരം കവർ ചെയ്യുന്നതും. എന്തായാലും പ്രതികളെ പിടികൂടാനാകാത്തത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷമൊക്കെ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കവർച്ചാ സംഘങ്ങൾ വലിയ തോതിൽ ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ, അത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതലായും ഇപ്പോൾ കവർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ കവർച്ച നടത്തുന്ന സംഘം പലപ്പോഴും കർണാടകയിലേക്ക് കടക്കുന്ന ഒരു പതിവുമുണ്ട്. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഈ മോഷ്ടാവ് കൃത്യമായി CCTV ക്യാമറയിൽ പതിഞ്ഞുകൊണ്ട് തന്നെ ഈ ഉടനെ ഈ മോഷ്ടാവിനെ ഈ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗങ്ങളിൽ ക്വാർട്ടേഴ്സുകളിൽ, പ്രത്യേകിച്ച് ക്വാർട്ടേഴ്സുകളിലൊക്കെ ഇങ്ങനെ പുറത്തുനിന്നും വന്ന പല ആളുകളും തമ്പടിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായത്. വലിയ ജാഗ്രത ഉണ്ടാകണമെന്ന് അറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണം ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം 1 ലക്ഷത്തിന് മുകളിൽ സ്വർണത്തിന് ഒക്കെ വില വന്നതോടുകൂടി ഈ കവർച്ചകൾ വലിയ തോതിൽ ഈ ഒരു വീടുകളിലേക്ക് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മാല പൊട്ടിക്കുന്ന ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സജീവമാകുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂടുതൽ സ്വർണ്ണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് പോലീസിന്റെ ഒരു മുന്നറിയിപ്പുമുണ്ട്. മാത്രമല്ല, അടച്ചിട്ട് വീടാണെങ്കിൽ ദൂരം പോവുകയാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. ഏതായാലും പോലീസ് പെട്രോളിംഗ്, രാത്രികാല പെട്രോളിംഗ് കർശനമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മംഗളൂരുവിൽ മറ്റൊരു സംഘത്തെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ടല്ലോ. അതായത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന നേപ്പാൾ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നവമി, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ് മംഗളൂരിൽ നിന്ന് പുറത്തുവന്നത്. അതായത് നേപ്പാളിൽ നിന്നെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തുന്ന സംഘം, അതായത് പകൽ നേരങ്ങളിൽ ആളൊഴിഞ്ഞ വീടുകളിൽ കയറിയാണ് ഈ സംഘം കവർച്ച നടത്തുന്നത്. അവരുടെ രീതി അങ്ങനെയാണ്. ഒരു 3 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതായത് മഹാരാഷ്ട്രയിൽ നിന്നും കവർച്ച ചെയ്ത ഒരു വെള്ളി, ഇവരുടെ കയ്യിൽ നിന്നും 61 ഗ്രാം വെള്ളി, അതോടൊപ്പം മംഗളൂരിൽ നിന്ന് തന്നെ മറ്റൊരു വീട്ടിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം ഉൾപ്പെടെ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഘം
സംഘത്തിന്റെ ഒരു രീതി, ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഇവർ പദ്ധതി ആസൂത്രണം ചെയ്യും, ഇങ്ങനെ ഒരു കവർച്ച ആസൂത്രണം ചെയ്യും. അത് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകൽ നേരങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന അതല്ലെങ്കിൽ ആളില്ല എന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ കയറി കവർച്ച നടത്തും. പിന്നീട് അവിടെ നിന്നും ഈ സംഘം മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ കടക്കും. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഇപ്പോൾ മംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെ ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ 3 പേരും നേപ്പാളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ ഈ ഒരു 2 കേസുമായി ബന്ധപ്പെട്ട് ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു മോഷണം നടത്തിയ മുതലാണ് ഇതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഏതായാലും പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്ക് ഒടുവിലാണ് ഈ ഒരു സംഘം പിടിയിലായത്. ഒരുപാട് കേസുകൾക്ക് ഇവരിൽ നിന്നും തുമ്മുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മംഗളൂരു പോലീസ് കരുതുന്നത്. ഇവരെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ സംഘം പിടിയിലായത്. എന്തായാലും ഇവരെ ഇപ്പോൾ മംഗളൂരു പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നവമി, ശരി, അടഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന നേപ്പാൾ സംഘത്തെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ചേർത്തലയിൽ 8 വർഷം മുൻപ് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച് നാടുവിട്ട അതിഥി തൊഴിലാളികളെ പശ്ചിമ ബംഗാളിലെത്തി പിടികൂടി കേരള പോലീസ്. ബംഗാളിലെ ലങ്കാപുര ഹട്ടി ഗാർഡൻ സ്വദേശി ബിക്രം, ആഷിഖ് ഒറാൻ, സാരവാൻ ഒറാൻ എന്നിവരെയാണ് പിടികൂടിയത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലാകെ തിരഞ്ഞാണ് പ്രതികളുടെ ഉറവിടം കണ്ടെത്തിയത്. ചേർത്തലയിലെ ബാറിൽ വെച്ച് ബിയർ കുപ്പി പൊട്ടിച്ചാണ് യുവാവിനെ ആക്രമിച്ചത്. ചേർത്തല ASI രതീഷ് ഗോപകുമാർ, സിവിൽ പോലീസ് ഓഫീസർ പി ഷിനു എന്നിവരാണ് ബംഗാളിലെത്തി പ്രതികളെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു സ്വർണ്ണ തൂവൽ കൂടിയല്ലേ? നവമി, ജൂൺ 22-നാണ് ഈ ബംഗാൾ സ്വദേശികളായ കുറ്റവാളികളെ തേടി ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം പോകുന്നത്. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിനു ഒപ്പം തന്നെ ASI രതീഷ് ഗോപകുമാർ എന്നിവരാണ് പശ്ചിമ ബംഗാളിലേക്ക്, ഇവരുടെ ടീമാണ് പശ്ചിമ ബംഗാളിലേക്ക് പ്രതികളെ തേടി പോകുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2018 ഓഗസ്റ്റിലാണ്. അന്ന് ചേർത്തലയിലെ ഒരു ബാറിൽ വെച്ച് ഉണ്ടായ തർക്കത്തെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളിയെ, അതായത് ഹരികുമാർ എന്ന മലയാളിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികളായിരുന്നു ഈ 3 പേര്. ഇതിൽ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ 3 പേരെയാണ് പശ്ചിമ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നും ചേർത്തല പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ ഈ പ്രതികളെ ആദ്യഘട്ടത്തിൽ പോലീസ് ചേർത്തലയിൽ തന്നെ ഒരു ഹോട്ടൽ ജീവനക്കാരായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഈ ബാറിൽ വെച്ചുള്ള തർക്കം ഉണ്ടാവുകയും ഹരീഷിനെ ഇവർ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ കേസിൽ ഇവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് റിമാൻഡ് കാലയളവ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. ചേർത്തല സ്റ്റേഷൻ ഓഫീസറായ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ കേസ് വീണ്ടും അത് പ്രതികളെ കണ്ടെത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ജൂൺ 22-ന് കേരള പോലീസിന്റെ സംഘം ഈ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നത്. അതായത് 3 രാജ്യങ്ങളുടെ അതിർത്തികൾ പങ്കിടുന്ന രീതിയിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതായത് ബംഗ്ലാദേശും ഭൂട്ടാനും അതോടൊപ്പം തന്നെ നേപ്പാളും അടക്കമുള്ള ഭാഗങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് വരെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുമായി കേരള പോലീസ് പോയി എന്നുള്ളതാണ്. ആ തിരച്ചിലിനൊടുവിലാണ് ഈ പ്രതികളെ കണ്ടെത്തുന്നത്. പശ്ചിമ ബംഗാൾ ലങ്കാപുര സ്വദേശികളായ ബിക്കാറാം, ആഷിഖ് ഓറ, സാരവൻ ഓറ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. 4-മനെ ലഭിച്ചിട്ടില്ല. 4-മൻ ഇതുവരെ പോലീസിന്റെ പിടിയിലായിട്ടില്ല. അതിൽ ഈ ഉൾഗ്രാമങ്ങളിലുള്ള തിരച്ചിലൊക്കെ അതിസാഹസികമായ തിരച്ചിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വളരെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ഈ കേസിലെ പ്രതികളെ ചേർത്തല പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അവിടെ തന്നെ പശ്ചിമ ബംഗാളിലെ ഇന്റലിജൻസ് DIG അടക്കമുള്ള ആളുകൾ ഇവരെ സഹായിച്ചു, കേരള പോലീസിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതികളെ സംബന്ധിച്ചുള്ള വിവരം അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇരു കൂട്ടരുടെയും സഹായത്തോടു കൂടിയാണ് ഈ കേസിൽ ഒരു കുറ്റാന്വേഷണത്തിന്റെ ഒടുവിൽ ഇവരെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. 4-മനായിട്ടുള്ള തിരച്ചിൽ അയാളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളുമായി ആണ് ഈ 2 ഉദ്യോഗസ്ഥർ ഇവിടേക്ക് മടങ്ങിയെത്തുന്നത്. തീർച്ചയായും അതുപോലെയുള്ള ഒരു ഉൾഗ്രാമങ്ങളിൽ പോയി, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാൾ പോലെയുള്ള വിശാലമായ ഒരിടത്ത് ഉൾഗ്രാമങ്ങളിൽ പോയി, ലങ്കാപുരി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി തിരച്ചിൽ നടത്തുക, 3 രാജ്യങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ കടന്ന് തിരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ വളരെ
ശ്രമകരമായ ദൗത്യത്തിനൊടുവിലായിരുന്നു ഇവർക്ക് ഈ പ്രതികളെ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇവരെ ആലപ്പുഴയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിനകത്ത് വളരെ പ്രധാനപ്പെട്ടതെന്ന് പശ്ചിമ ബംഗാളിലെ മലയാളി ഓഫീസേഴ്സും ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പോലീസ് വിഭാഗത്തിലുള്ള മലയാളി ഓഫീസേഴ്സും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ എന്ന് തന്നെ പറയാം. അത്തരത്തിലൊരു കൂട്ടായ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുറ്റവാളികൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നവമി. ശരണ്യ, അതോടൊപ്പം തന്നെ ശരണ്യ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പശ്ചിമ ബംഗാൾ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ബുദ്ധിമുട്ടി കേരള പോലീസ്, അതും 8 വർഷം മുൻപ് നടന്നൊരു കേസാണ്. അതിന് ഇത്രയും തുടർച്ചയായി പോലും പോലീസ് പശ്ചിമ ബംഗാളിൽ എത്തുന്നു, അതിസാഹസികമായി ഇവരെ പിടികൂടുന്നു. നമ്മൾ ഈ സിനിമകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ഇവരെ പിടികൂടുന്ന സമയത്ത് അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു മൽപ്പിടുത്തത്തിലൊക്കെ പോലീസിന് പോകേണ്ടി വന്നു. ആ തരത്തിൽ വളരെ ബുദ്ധിമുട്ടി തന്നെയാണോ പോലീസ് ഈ പ്രതികളെ പിടികൂടിയത്? തീർച്ചയായിട്ടും അവരുടെ ഗ്രാമത്തിനുള്ളിൽ നമ്മൾ നേരത്തെ മമ്മൂട്ടിയുടെ ചില ചലച്ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതികളെ പിടിക്കാനായി അതേപോലത്തെ ഒരു വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കുറ്റവാളികൾ കേരളത്തിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവരെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഇത്തരത്തിൽ ദീർഘനാൾ അവിടെ പോയി ചെലവിട്ടൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് ദീർഘനാളുകളായുള്ള ഫോളോ അപ്പിനൊക്കെ ഒടുവിലാണ് ഇവർ പോകുന്നതും പിടികൂടി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചേർത്തല സ്റ്റേഷൻ ഓഫീസറെ ഹേമന്ത് കുമാർ, അദ്ദേഹം നേരത്തെ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. നമുക്കറിയാം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ കേസുകളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കിയ ശേഷമാണ് ഈ സ്റ്റേഷൻ ഓഫീസിലെ ഷിനുവും ഒപ്പം തന്നെ ASI ആയ രതീഷ് ഗോപകുമാറും അവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഫോട്ടോസൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് അവരുടെ ഈ ഉൾഗ്രാമങ്ങളിലുള്ള ആ വീടുകളിൽ പോയി ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ അമർനാഥ് എന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ DIGയുടെ സഹായം കൂടി ഇവർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൺഫർമേഷനിൽ കൂടിയാണ് ഇവര് ആ സ്പോട്ടിലേക്ക് ചിക്കൻ നെക്കിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കോഴിക്കോട് സ്വദേശിയും പശ്ചിമ ബംഗാൾ ഇന്റലിജൻസ് ബ്യൂറോ DIGയുമാണ് ഈ അമർനാഥ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായം ഇവർക്ക് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും തീവണ്ടി മാർഗം ഇവരെ ചേർത്തലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 8 വർഷമായ കേസാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കേസിന്റെ ഒരു കാലപ്പഴക്കം തന്നെ ഈ അന്വേഷണത്തിൽ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇത്രയും നാൾ അവർക്ക് വേണമെങ്കിൽ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറാൻ കഴിയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. എന്തായാലും ഒരു പഴയ കേസ് പൊക്കിക്കൊണ്ട് വന്ന് അത് അന്വേഷിച്ച് കൃത്യമായ ഒരു പ്ലാനിലൂടെ പ്രതികളെ പിടിക്കാനായി എത്തുക എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. സാരവൻ ഓറ, ബിക്രാം, ഒപ്പം തന്നെ ആഷിഖ് ഓറൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ രക്ഷപ്പെട്ട് സാധാരണ ഓൺലൈൻ തട്ടിപ്പ് കേസൊക്കെ വരുന്ന ഘട്ടത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന പ്രതികളെ കുറിച്ച് പിന്നെ ഒരു വിവരവും ലഭിക്കില്ല. ഇപ്പൊ തന്നെ ഈ കേസിൽ തന്നെ നമുക്കറിയാം നേപ്പാള്, ഭൂട്ടാൻ അടക്കമുള്ള ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലകളിൽ അവിടെയൊക്കെ രാജ്യാതിർത്തികൾ വരെ തെരച്ചിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. അത്തരത്തിലൊക്കെ പോയുള്ള ഒരു ദൗത്യത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് തീർച്ചയായും നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ തൊപ്പിയിലെ ഒരു പൊൻതൂവൽ എന്ന് തന്നെ നമുക്ക് പറയാം ഈ കേസ്. അതെ ശരണ്യ, എന്തായാലും കേരള പോലീസ് നിസ്സാരക്കാരല്ല എന്നെന്തായാലും ഈ പ്രതികൾക്ക് മനസ്സിലായി കാണും. 8 വർഷത്തിന് ശേഷമാണ് ഈ പ്രതികളെ തേടി കേരള പോലീസ് അവരുടെ സ്വന്തം നാട്ടിലെത്തി കയ്യോടെ പിടിച്ച് നമ്മുടെ ചേർത്തലയിലേക്ക് എത്തിച്ചത്. എന്തായാലും 8 വർഷം മുൻപുള്ള ഒരു കത്തിക്കുത്ത് കേസിലെ പ്രതികളെയാണ് പോലീസ് അതിസാഹസികമായി പശ്ചിമ ബംഗാളിലെത്തി പിടികൂടി കേരളത്തിലെത്തിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ പേരിൽ ജോലി തട്ടിപ്പ്. ജോസ് കെ മാണിയുടെ ശുപാർശയിൽ സയൻസ് സിറ്റിയിൽ ജോലി വാഗ്ദാനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പ് നടത്തിയ കുറവിലങ്ങാട് സ്വദേശി AJ ജോസഫ് പോലീസ് പിടിയിലായി. 9 ലക്ഷം രൂപയാണ് ജോസഫ് തട്ടിയെടുത്തത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഫൈനാൻസ് വിഭാഗത്തിൽ ഞാൻ ജോലിയാണെന്നും അവിടെ നിന്നും എനിക്ക് കോഴ സയൻസ് സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയെന്നും സയൻസ് സിറ്റിയിൽ ജോസ് കെ മാണിയുടെ അടുത്ത ആളാണ് ഞാനും എന്നും പറഞ്ഞാണ് എന്നോട് ഈ പൈസ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് സാറുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണി സാറുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് മോന് ജോലി വാങ്ങിച്ച് തരാം,
അതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് എന്നോട് ഓഫർ ചെയ്തിരുന്നത്. അത് 9 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതിന് ശേഷം മതി 1 ലക്ഷം ആണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ 9 ലക്ഷം രൂപയും കൊടുത്തിരുന്നു. അപ്പോൾ ജോലി കിട്ടാണ്ടായപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ വരാണ്ടായപ്പോഴത്തേക്ക് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ തലപ്പറമ്പ് പോലീസാണ് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി സഹകരിച്ചു. ഇപ്പോൾ ആളിനെ റിമാൻഡിലാക്കി. പല രീതിയിലും ഞാൻ കുറവലങ്ങാട് പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് 2-3 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ച് 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വീതം പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും, പിന്നെ കുറവങ്ങാട് സ്റ്റേഷനിൽ പരാതിയായിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് കുറവങ്ങാട് പോലീസ് സ്റ്റേഷനിൽ. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ AJ ജോസഫ് നിസ്സാരക്കാരനല്ല, എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രമുഖന്റെ പേരിലാണ് ഈ ജോലി തട്ടിപ്പ് നടന്നത്. ജോസ് കെ മാണിയുടെ പേരിലാണ്. പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിയുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് താൻ കേരള കോൺഗ്രസ്സുകാരനാണെന്നും അങ്ങനെ ജോലി വാങ്ങി തരാം, കോഴയിൽ പുതുതായി തുടങ്ങിയ സയൻസ് സിറ്റിയിൽ ജോലി വാങ്ങിത്തരാം, കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി വാങ്ങിത്തരാം എന്ന് ചൂണ്ടിക്കാട്ടി തലയോലപ്പറമ്പ് ബ്രഹ്മമംഗലം സ്വദേശിയായ പ്രസാദിൽ നിന്നും പണം വാങ്ങിയത് 2025-26 വർഷങ്ങളിലായി. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി പല തവണയായാണ് ഈ പണം വാങ്ങിയത് എന്നാണ് ഇയാളുടെ പരാതി. എന്തായാലും ഈ പരാതി വന്നതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. AJ ജോസഫ് ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ രാത്രി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന് തലയോലപ്പറമ്പ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീടിനടുത്ത് വെച്ച് പോലീസ് പിടികൂടുന്നത്. പോലീസ് കൂടുതൽ അന്വേഷിച്ച സമയത്ത് ഇയാൾക്കെതിരെ മറ്റു പലയിടത്തും പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കുറവിലങ്ങാടും പാലയൊക്കെ പരാതികൾ വന്നിരുന്നു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തിരുവനന്തപുരത്താണ്, സെക്രട്ടേറിയറ്റിലാണ് ജോലി, ട്രാൻസ്ഫർ ആകുന്നു. ഇവിടെ ഫലത്തിൽ ജോസ് കെ മാണിയുടെ വളരെ അടുപ്പമുള്ള ആളാണ് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ജോലി കിട്ടിയ ശേഷം മതി, അവസാനത്തെ ഒരു 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്, 9 ലക്ഷവും വാങ്ങി, അവസാനം 1 ലക്ഷം രൂപ ജോലി കിട്ടിയ ശേഷം, അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയ ശേഷം മതി എന്ന് ഇയാൾ പറയുകയായിരുന്നു. പലതവണ വാഗ്ദാനം നൽകി. ഈ ഒരു പക്ഷേ ഡേറ്റിൽ പറഞ്ഞ സമയത്തൊന്നും തന്നെ അപ്പോയിൻമെന്റ് ലെറ്ററോ അതിനുള്ള നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് വന്നതോടെയാണ് പ്രസാദിന് സംശയം തോന്നുകയും തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൃത്യമായൊരു ജോലി തട്ടിപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത്. പാല, കുറവിലങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ പലരിൽ നിന്നും ഇയാൾ സമാനമായ രീതിയിൽ ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കേസുകളും രജിസ്റ്റർ ചെയ്യുകയാണ്. നവമി. ശ്രീജിത്ത്, ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാള് ഈ ജോലിയുണ്ട്, സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്, വാഗ്ദാനം നൽകിയാണ് ഈ പണം തട്ടുന്നത്, ആളുകളെ പറ്റിക്കുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാളൊരു ജോലി എന്തായിരുന്നു? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പറ്റിക്കലിലേക്കൊക്കെ അയാളെ കടക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് അയാൾക്ക് കിട്ടിയത്? നവമി, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇയാൾ പ്രാദേശിക രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ജോസഫ് ഗ്രൂപ്പുകാരൻ എന്ന നിലയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ പറയുന്ന പോലെ സർക്കാർ ജോലികൾ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ഉള്ള ഒരു വാക്ചാതുരി ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ സാധാരണക്കാരായ ആളുകളെ പലരെയും കണ്ടെത്തുകയും ജോലി വാഗ്ദാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ പ്രസാദിന്റെ കാര്യത്തിലും സമാനമാണ് ഉണ്ടായത്. 2025 മുൻപാണ് ഇങ്ങനെ ഈ കോഴ സയൻസ് സിറ്റി വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ നിയമനങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാധ്യത മുൻനിർത്തിയാണ്, തലയോലപ്പറമ്പുകാരൻ തന്നെയാണ് ഈ ജോസഫ്. അതുകൊണ്ട് തന്നെ ആ സാധ്യത മുൻനിർത്തി ചില തട്ടിപ്പിന് ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ വാഗ്ദാനം നൽകുകയും പണം വാങ്ങിയെടുക്കുകയും ചെയ്തത്. എന്തായാലും പ്രസാദ് ഇയാളുടെ ഒരു വാഗ്ദാനത്തിൽ പൂർണ്ണമായും വീണുപോയി എന്നത് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് 10 ലക്ഷം ചോദിച്ചതിൽ 9 ലക്ഷവും കൊടുത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു വാക്ചാതുരി ഉള്ള ആള് തന്നെയാണ് ഈ പ്രതിയായ ജോസഫ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇയാൾക്കെതിരെ ഇന്ന് വാർത്ത വന്നതോടെ ഒരുപക്ഷെ കൂടുതൽ പരാതികളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യത
പോലീസ് കാണുന്നുണ്ട്. നിലവിൽ തലയോലപ്പറമ്പ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. സമാനമായ രീതിയിൽ കുറവിലങ്ങാടും പാലയിലുമൊക്കെ കേസുകൾ ഉയർന്നു വന്നേക്കും. മറ്റ് സ്റ്റേഷനുകളിലും ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പോലീസ് പറയുന്നത് എന്താണ്? അങ്ങനെ കൂടുതൽ പരാതിക്കാരുണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണോ? അതോടൊപ്പം തന്നെ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ടോ? ഈ 9 ലക്ഷം അല്ലാതെ മറ്റു തരത്തിലുള്ള പണമൊക്കെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? തീർച്ചയായും ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ, ഇയാളുടെ വീട്ടിലടക്കം പരിശോധന നടത്തി പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഇയാൾക്ക് ഇത് വ്യാപകമായി ഇങ്ങനൊരു തട്ടിപ്പിന് വേണ്ടി ഇയാൾ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തെളിവാണ് ഈ കുറവിലങ്ങാടും പാലയിലുമൊക്കെ ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു, ഉയർന്നു വന്നിരുന്നു എന്ന വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ പരാതികളിലേക്ക് കാര്യങ്ങൾ എത്തും മുൻപ് തന്നെ ഇനിയിപ്പോൾ വിശദമായ അന്വേഷണം നടത്തി വേണം ഇയാൾ എത്ര കാലമായാണ് ഇങ്ങനെ തട്ടിപ്പിന് ശ്രമം നടത്തുന്നത്, മറ്റെന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ പുറത്തു വരാൻ. എന്തായാലും അഥവാ ഇയാളിലൂടെ തന്നെ ഏതെങ്കിലും കൃത്യമായ എവിടെയെങ്കിലും നിയമനം തന്നെ നടന്നിട്ടുണ്ടോ, ഇത്തരം വിവരങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അത്തരം വിവരങ്ങൾ വിശദമായ പരിശോധന നടത്തി ആരെങ്കിലും പരാതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയുള്ള പരിശോധനയിലൂടെ, വിശദമായ പരിശോധനയിലൂടെ മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പോലീസ് ഇയാളിൽ നിന്ന് പണം കണ്ടെത്താനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിലും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തോടെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത, പ്രാഥമികമായ വ്യക്തതയെങ്കിലും കൈവരും. ശരി, ജോസ് കെ മാണിയുടെ പേരിലാണ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പ്രതിയെ പോലീസ് പിടികൂടി. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും ശ്രീജിത്ത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മൊബൈൽ ഫോണും പണവും കവർന്ന മോഷ്ടാവ് പിടിയിൽ. കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി മുഹമ്മദ് കൈഫാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. വിഴിഞ്ഞം സ്റ്റേഷനിലെ റൌഡി പട്ടികയിലുള്ളയാളാണ് പിടിയിലായ മുഹമ്മദ് കൈഫ് എന്ന് പോലീസ് പറയുന്നു. ചൊവ്വരയിലെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും പണവുമാണ് പ്രതി കവർന്നത്. വിൽപ്പന നടത്തിയ ഫോണുകൾ കണ്ടുകെട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ മുഹമ്മദ് കൈഫിനെ കുറിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് പോലീസ് നൽകുന്നത്? ഒപ്പം ഈ ഒരു മോഷണം ഏത് വിധേനയായിരുന്നു? സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പോൾ ഈ പിടിയിലായ മുഹമ്മദ് കൈഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു മോഷണം നടത്തിയത്. ഈ അടുത്തിടെ മോഷണം നടത്തിയത് ഇവിടെയുള്ള ജീവനക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തന്ത്രപൂർവ്വം വന്ന് ഈ പിൻവാതിൽ തുറന്ന് അവിടെ ഉണ്ടായിരുന്ന വില കൂടിയ 2 മൊബൈലുകൾ കവർന്നു പോവുകയായിരുന്നു. ഒപ്പം അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ പണവും കവർന്നു എന്നുള്ളതായിരുന്നു പരാതി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വിഴിഞ്ഞം പോലീസായിരുന്നു അന്വേഷണം നടത്തിയത്. ഈ പിടിയിലായ കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി ഈ മുഹമ്മദ് കൈഫ് എന്ന 24-കാരൻ സ്ഥിരം കുറ്റവാളിയാണ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടെ ഉള്ള സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വന്നു. അപ്പോൾ കുറ്റം സമ്മതിച്ചു. ഒപ്പം ഈ പറയുന്ന മൊബൈലുകൾ തിരുവനന്തപുരത്തെ ഒരു നഗരത്തിലെ ഒരു പ്രധാന ഒരു കടയിൽ തന്നെ വിറ്റു, അവിടെ വിൽപ്പന നടത്തി എന്നുള്ളതാണ്. ഇത് കണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പറയുന്ന പ്രതിയെ ഇപ്പോൾ പിടികൂടി എന്നുള്ള ഒരു ആശ്വാസത്തിലാണ്. മൊബൈൽ ഫോൺ ഇനി ജീവനക്കാർക്ക് കിട്ടാനുമുണ്ട്. നവമി. അരുൺ, ഈ മുഹമ്മദ് കൈഫ് കുറ്റക്കാരനാണ്, സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. വീണ്ടും ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് അയാളെ പിടികൂടുന്നത്. പോലീസ് എന്താണ് ഇയാൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കാരണം ഒരു കൊടും കുറ്റവാളിയാണ്, വീണ്ടും ഈ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. കാരണം ഈ പ്രദേശത്തുള്ള നമുക്കറിയാം, തൂഫാനുമായി ബന്ധപ്പെട്ട് നിരന്തരം പോലീസ് പരിശോധനകളും റൌഡി ലിസ്റ്റിലുള്ളവരും ലഹരി വിൽപ്പന നടത്തുന്നതും അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന പലരെയും നിരീക്ഷണത്തിലാണ് പോലീസ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇയാളിലേക്കും
ഒരു അന്വേഷണം നടത്തുന്നു. ഒപ്പം CCTV നൽകിയ ഒരു തെളിവായിരുന്നു ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. എന്തായാലും പിടികൂടിയ പ്രതി നിരവധി കേസിലെ പ്രതികളും പ്രതിയായതിനാൽ തീർച്ചയായും ഗൗരവമായി തന്നെ ഈ വിഷയം എടുക്കും. അതിനുവേണ്ടിയുള്ള തക്കതായ ഒരു നടപടി തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് വിഴിഞ്ഞം പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി. ശരി, തിരുവനന്തപുരത്ത് നിന്നും അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മൊബൈൽ ഫോണുകളും പണവും കവർന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോട്ടുകാൽ ഉച്ചക്കട സ്വദേശി മുഹമ്മദ് കൈഫാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വിഴിഞ്ഞം സ്റ്റേഷനിലെ റൌഡി പട്ടികയിലുള്ള വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് കൈഫ്. ചൊവ്വരയിലെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും പണവുമാണ് പ്രതി കവർന്നത്. വിൽപ്പന നടത്തിയ ഫോണുകൾ കണ്ടുകെട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വയനാട് തിരുനെല്ലി ദേവസ്വം ക്ഷേത്രം ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം. ഏതാനും ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നു. ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു ജീവനക്കാരനാണ് മർദ്ദിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ജീവനക്കാരോട് വിശദീകരണം തേടിയതായി ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി. ആർക്കുമെതിരെയും ഇതുവരെ നടപടി എടുത്തിട്ടുമില്ല. അബദ്ധം പറ്റി സോറി 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 എന്റെ കാല് പിടിച്ച സോറി. ഡ്യൂട്ടി പോകണം. വിശദാംശങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നുണ്ട്. ജയരാജ്, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിക്രൂരമായാണ് ഈ ജീവനക്കാരനെ മർദ്ദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ മർദ്ദിച്ചത്? നവമി, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം ജീവനക്കാരന് ക്രൂരമർദ്ദനം ഏൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. കുറച്ച് ദിവസം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു ജീവനക്കാരനാണ് മർദ്ദിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സംഭവത്തെക്കുറിച്ച് ജീവനക്കാരോട് വിശദീകരണം തേടിയതായി ദേവസ്വം ബോർഡ് അധികാരികൾ പറഞ്ഞു. എന്നാൽ ഇതുവരെ ആർക്കുമെതിരെ നടപടികൾ എടുത്തിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വീഡിയോയിൽ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതും ഒരു വയോധികനെയാണ് എന്നതാണ് ഏറ്റവും നമുക്കൊരു സങ്കടകരമായ കാര്യം. എന്തിന്റെ കാരണത്തിലായാലും ക്രൂരമായി ഇടിക്കുന്നതും കഴുത്തിന് ചവിട്ടുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം ക്ഷമ പറയുന്നുമുണ്ട്. എന്നാൽ ദേവസ്വം ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇത് ക്ഷേത്ര ജീവനക്കാർ തന്നെയാണെന്നും എന്നാൽ ക്ഷേത്രത്തിന് പരിസരത്തോ നടന്നതല്ല ഈ ദൃശ്യങ്ങൾ കാണുന്നതെന്നുമാണ് നമ്മളോട് പറഞ്ഞത്. ഏതോ ഒരു റിസോർട്ടാണെന്നാണ് ഇവർ നമ്മളോട് വെളിപ്പെടുത്തിയത്. ഇതിൽ ഒരു സ്ത്രീയെയും നമുക്ക് കാണാം. അവർ മർദ്ദനം നിർത്താൻ പറയുന്നതും കാണാം. എന്നാൽ തിരുനെല്ലി പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ആരുടെ പേരിലും ഇതുവരെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ പരാതി നൽകിയിട്ടില്ല എന്നാണ്. എന്തായാലും കഴിഞ്ഞത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഒരുപക്ഷെ ഒരു പോലീസ് കേസെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യക്തത അറിയുമല്ലോ. എന്തു തന്നെയായാലും മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള ഒരു ക്രൂര മർദ്ദനം അംഗീകരിക്കാൻ കഴിയില്ല. നവമി, ജയരാജ്, ഇതിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും അല്പം പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. പോലീസിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിരുന്നോ? അപ്പോൾ പരാതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക? കാരണം ഒരു വൃദ്ധനായ വ്യക്തിയാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അതെന്തിനാണ് മർദ്ദിച്ചതെന്ന് പോലും പോലീസ് അന്വേഷിച്ചില്ലേ? അത് തന്നെയാണ് ഞാൻ ഈ ഒരു ദൃശ്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, അതായത് രാവിലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഒരു സംഭവം അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അല്പം മുമ്പ് വീണ്ടും ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഈ വീഡിയോ
ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത്. തിരുനെല്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മർദ്ദനം പോലീസ് സ്വമേധയാ കേസെടുത്ത് തന്നെ അന്വേഷിക്കേണ്ടതാണ്. അത് ഒരു വയോധികനെയാണ് മത്സരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഒരു നിരുത്തരപരമായ മറുപടി തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നവമി. ശരി, വയനാട് തിരുനെല്ലി ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനാണ് ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു ജീവനക്കാരനാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ജീവനക്കാരോട് വിശദീകരണം തേടിയതായാണ് ദേവസ്വം ബോർഡ് അധികൃതർ നൽകുന്ന വിശദീകരണം. ആർക്കുമെതിരെയും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടും മറ്റ് നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരു വയോധികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു വയോധികനെയാണ് ഈ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടുപേര് ചേർന്ന് മർദ്ദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ മർദ്ദനം എന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടന്ന മർദ്ദനമല്ല എന്നൊരു വിശദീകരണം മാത്രമാണ് ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. ഒരു റിസോർട്ടിന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്തിനാണ് ഈ വയോധികനെ മർദ്ദിച്ചത് എന്ന് പോലീസ് അന്വേഷണം നടത്തുക തന്നെ ചെയ്യണം. ദേവസ്വവും ഇതിനൊരു മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജയരാജ് ബത്തേരി. മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് തെരുവ് നായ ആക്രമണത്തിൽ 1.5 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഗുരുപ്രസാദ് തുളസി ദമ്പതികളുടെ മകൻ ഋതുരാജിനാണ് കടിയേറ്റത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എങ്ങനെയാണ് ഈ കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്? നവമി, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പൈവെളികയിൽ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വീടിന് സമീപം ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു തെരുവുനായ കൂട്ടം അങ്ങനെ തന്നെ വന്ന് ഈ കുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടിയുടെ അമ്മ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖത്ത് ഈ തെരുവുനായ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കടിയേറ്റ് ഏതായാലും കുട്ടിയെ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്ക്, മുഖത്തുള്ള പരിക്ക് ഗുരുതരമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം കടിയേറ്റിട്ടുണ്ട് എന്നത് സംബന്ധിച്ച്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാറെടുക്കയിൽ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ തെരുവുനായ കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് പുറത്തു വന്നിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ തെരുവുനായയുടെ അക്രമം ഒരു പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത്തരത്തിൽ നിരന്തരം തെരുവുനായ ആക്രമണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോഴും ഇതിനെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഏതായാലും ഉയരുന്നുണ്ട്. ഇതിപ്പോൾ പൈവെളികയിലാണ് ഗുരുപ്രസാദ് തുളസി ദമ്പതികളുടെ മകൻ ഋതുരാജിനാണ് ഇങ്ങനെ മുഖത്ത് തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നവമി. ബൈജു, ഇത് തന്നെയാണ് ഈ തെരുവുനായ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒന്നും അധികാരികൾ വേണ്ട രീതിയിൽ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ കുഞ്ഞു കുട്ടിക്കാണ് ഇത്തരത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് കടിയേൽക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർക്ക് പോലും തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. എന്താണ് അവിടെയുള്ള അധികൃതർ വ്യക്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു നടപടി അല്ലെങ്കിൽ പരിഹാരം സ്വീകരിക്കാത്തത്? നവമി, തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് പ്രധാനമായും ഇത്തരം തെരുവുനായ ശല്യം അകറ്റാൻ മുൻകൈ എടുക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും നിസ്സംഗത തുടരുന്നു എന്ന് വേണം ഈ ഒരു പൈവെളികയിലെ സംഭവം കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെരുവുനായ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ എന്നിട്ടും ഇത് വേണ്ട ഗൗരവത്തിലെടുക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ APC സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് APC സെന്ററിൽ നിന്നും ഇത്തരത്തിൽ പിടികൂടിയ നായകളെ മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടുവിടുന്ന അത്തരത്തിൽ നിസ്സംഗത ഇവരുടെ ഭാഗത്തുനിന്നും തുടരുന്നുണ്ടെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഇത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിനകത്ത് അല്ലെങ്കിൽ വീടിന് കോമ്പൗണ്ടിനകത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ തെരുവുനായ കൂട്ടം ഒന്നാകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല.
ഈ തെരുവുനായ ശല്യം അത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. നഗരത്തിൽ നിന്ന് പോലും തെരുവുനായുടെ കടിയേൽക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗൗരവമായ ഒരു നടപടി അത് ജില്ലാ പഞ്ചായത്തിന്റെ മുൻകൈയെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. കാരണം അത്രത്തോളം നിരന്തരം അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ തെരുവുനായ ആക്രമിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജില്ലാ ആശുപത്രിയിൽ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഈ 2ാം നിലയിൽ ഇങ്ങനെ തെരുവുനായ കൂട്ടം എത്തിയ ഒരു കുട്ടിയെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കൂട്ടിരിപ്പുകാരനായ ഒരു 16 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ ഈ സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ട ആശുപത്രിക്കകത്ത് പോലും തെരുവുനായ വിലസുന്നു എന്ന് വേണം ഇതിൽ നിന്ന് പറയാൻ. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുറച്ച് ദിവസം അവിടെ ഈ തെരുവുനായകളെ പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ ശല്യം അവിടെ തുടരുകയാണ്. ശരി, കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. വീടിന് സമീപത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന 1.5 വയസ്സുകാരനാണ് തെരുവുനായയുടെ ആക്രമണമേറ്റത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.